നിങ്ങളിപ്പോൾ അവരുടെ മുന്നിൽ സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയാണ്, കെഞ്ചുകയാണ്. ഓരോ തവണ നിങ്ങളങ്ങനെ ചെയ്യുമ്പോഴും ഒരൊറ്റ വാക്കുപോലും പുറത്ത് പറയാതെ തന്നെ നിങ്ങൾ അവരോട് വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് എന്നെ ഒട്ടും വിലയില്ല, എനിക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല എന്ന്. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വിലയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ ലാസ്റ്റ് സീന് ഒരു ദിവസം 100 വട്ടം നോക്കിയിരിക്കില്ല. അവർ ഓൺലൈനിൽ വരുന്നുണ്ടോ നോക്കിയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് പലതവണ ഡിലീറ്റ് ചെയ്തിട്ട് മാറ്റി എഴുതില്ല. നിങ്ങൾക്ക് സ്വന്തമായൊരു ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ അവർ വിളിക്കുമ്പോഴേക്കും നിങ്ങളുടെ സ്വന്തം പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്ത് അവർക്ക് വേണ്ടി അവൈലബിൾ ആവില്ല. പകരം അവർക്ക് കൂടി വന്നു കയറാൻ തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ സ്വന്തം ലൈഫ് അടിപൊളിയായിട്ട് മാസമായിട്ട് ബിൽഡ് ചെയ്യുന്ന തിരക്കിലായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്വയറ്റ് കോൺഫിഡൻസിൻ്റെ സൈക്കോളജിയാണ്. അതായത് നമ്മൾ ആരുടെയും പുറകെ ഓടാതെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ പുറകെ വരാൻ തോന്നിപ്പിക്കുന്ന ആ ഒരു മാസ് മൈൻഡ് സെറ്റ്. ഇത് എത്ര ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇനി ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, കാരണം നിങ്ങൾ തേടിയ പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇതിലുണ്ടാകാം. നിങ്ങളൊരു പൂമ്പാറ്റയെ പിടിക്കാൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഭയങ്കര ഭംഗിയുള്ളൊരു ക്യൂട്ട് പൂമ്പാറ്റ. നിങ്ങൾക്കതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കണമെന്നുണ്ട്. നിങ്ങൾ പതുങ്ങി അതിൻ്റെ അടുത്തെത്തി പിടിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോഴേക്കും അത് പറന്നുപോയി. നിങ്ങൾ ചാടി നോക്കി അതിൻ്റെ അടുത്തെത്താൻ ഒരു രക്ഷയില്ല. കുറച്ച് ദൂരേക്ക് പറന്നുപോയി. നിങ്ങൾ അതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ എത്രത്തോളം വേഗത്തിൽ ഓടുന്നുവോ അത്രത്തോളം സ്പീഡിൽ ആ പൂമ്പാറ്റ നിങ്ങൾ ദൂരേക്ക് പറന്നു പോകും. നിങ്ങളാകെ ടയർഡായി, ഭയങ്കരമായിട്ട് നിരാശനായി. നിങ്ങൾ അതിന് മുന്നിൽ നിന്ന് കെഞ്ചാൻ തുടങ്ങി: പ്ലീസ് ഒന്ന് നിൽക്ക്, ഉപദ്രവിക്കാമെന്നല്ല, എനിക്ക് ഇതിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് എന്ന്. പക്ഷേ ആ പൂമ്പാറ്റയ്ക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ അമിത നിരാശയും ഡെസ്പറേഷനും പേടിയൊക്കെയാണ്. പൂമ്പാറ്റയുടെ തലച്ചോറിൽ ആ പേടി എന്ന് പറഞ്ഞാൽ അതൊരു അപകട സൂചനയാണ്. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും പറന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് വേറെ സിനാരിയോ നോക്കാം. നിങ്ങൾ അതിൻ്റെ പുറകെ ഓടുന്നങ്ങ് നിർത്തുകയാണ്. പകരം നിങ്ങൾ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നു. അവിടെ കുറേ പൂച്ചെടികൾ നടുന്നു. നിങ്ങളുടെ തോട്ടത്തിൽ പോയി ചെടികളൊക്കെ കെയർ ചെയ്യുന്നു, നനയ്ക്കുന്നു, പൂക്കളെ പരിപാലിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഭംഗിയാക്കാൻ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു. അപ്പോഴാണ് ഒരു മാജിക് സംഭവിക്കുന്നത്. ആ പൂമ്പാറ്റ തിരിച്ചു വരും. അത് നിങ്ങളുടെ മനോഹരമായ തോട്ടം കാണും. നിങ്ങളിവിടെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സമാധാനത്തിലേക്കും ഭംഗിയിലേക്കും അത് ആകർഷിക്കപ്പെടും. എന്നിട്ടത് പതിയെ വന്ന് നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിരിക്കും, കയ്യിൽ വന്നിരിക്കും. അത് വന്നിരിക്കുന്നത് നിങ്ങളതിനെ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടൊന്നുമല്ല, പകരം നിങ്ങൾക്കതിനെ ആകർഷിക്കാനുള്ള വല്ലാത്തൊരു വശ്യത ഉണ്ടായതുകൊണ്ടാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ്. ഇതാണ് ക്വയറ്റ് കോൺഫിഡൻസ്. ഇതാണ് ഒരാളുടെ പുറകെ ഭ്രാന്തമായി ഓടുന്നതും അല്ലെങ്കിൽ ചേസിങ്ങും അവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഇതിന് മുന്നിലെ യഥാർത്ഥ സൈക്കോളജി എന്താണെന്ന് ഞാൻ പറഞ്ഞു വിട്ടെ. നിങ്ങളുടെ ഈ അമിത പേടിയും അല്ലെങ്കിൽ നിരാശയും ഈ പുറകെ നടക്കലൊക്കെ സത്യത്തിലൊരു കണ്ണാടി പോലെയാണ്. മറ്റേ ആൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി അവരുടെ മുന്നിൽ കെഞ്ചുമ്പോൾ സ്വന്തമായിട്ടൊരു വിലയില്ലാത്ത ഒരാളെയാണ് അവർ നിങ്ങൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് വയ്ക്കും: നിനക്ക് എന്നെ നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ നിന്നെ സ്നേഹിക്കുന്നത് എന്ന്. നിങ്ങൾ കാര്യങ്ങൾ അനാവശ്യമായി കൂടുതൽ വിശദീകരിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് അവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അവരുടെ ഓൺലൈൻ സ്റ്റാറ്റസ് 24 മണിക്കൂറും ചെക്ക് ചെയ്യുമ്പോൾ അവർ കാണുന്നത് നിങ്ങളുടെ പേടിയാണ്. അവസാനം നിങ്ങളുടെ ഈ പേടി തന്നെയാണ് അവർക്ക് നിങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് മാറുന്നത്. കാരണം ഈ ഡെസ്പറേഷനും പുറകെ നടക്കലും ആർക്കും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എപ്പോൾ നോക്കിയാലും മെസ്സേജ് അയച്ച് പുറകെ കൂടുന്നവരോട് ആർക്കും ഒരു ബഹുമാനം തോന്നില്ല. അവിടെ കുറച്ച് ശ്രദ്ധയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരാളെയും ആരും ഒരിക്കലും തങ്ങളുടെ പാർട്ട്ണറായി തിരഞ്ഞെടുക്കില്ല. പക്ഷെ അവർക്ക് എന്തിനോടാണ് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നറിയോ? നല്ല കിടക്കാച്ചി കോൺഫിഡൻസ്, അല്ലെങ്കിൽ ക്വയറ്റ് കോൺഫിഡൻസ് പറയാം, സെൽഫ് റെസ്പെക്റ്റ്, ഉള്ളിൽ വല്ലാത്തൊരു സമാധാനം. ഇതിനൊക്കെയാണ് മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടം. താൻ ഹാപ്പി ആയിരിക്കാനും മറ്റാരുടെയും ആവശ്യമില്ലെന്ന് വ്യക്തമായി അറിയാവുന്ന, എന്നാൽ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ലൈഫിലേക്ക് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയില്ലേ, അവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ലൈഫിൽ ഒരുപാട് ഓപ്ഷനുകൾ കാണും. പക്ഷെ അവരൊന്നിൻ്റെ പുറകെയും ഭ്രാന്തമായി ഓടാറില്ല. അവരുടെ ലൈഫ് അത്രയ്ക്ക് മനോഹരമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് മറ്റൊരാൾ അവരുടെ ലൈഫിലേക്ക് വരുന്നത് അവർക്കൊരു ബോണസ് മാത്രമാണ്, അല്ലാതെ ജീവൻ നിലനിർത്താനുള്ള ഒരു ലൈഫ് ലൈൻ അല്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു മാസ് വ്യക്തിയായി മാറാൻ പറ്റുക? അത് നമ്മൾ ചെയ്യേണ്ട 3 മെയിൻ കാര്യങ്ങൾ ഇനി പറയാം. ഒന്നാമത്തെ കാര്യമാണ് സെലക്റ്റീവ് അവൈലബിലിറ്റി. എപ്പോഴും ഫ്രീ ആകാതിരിക്കുക. സ്വന്തമായിട്ട് വിലയുള്ള ആളുകൾക്ക് എപ്പോഴും അവരുടേതായ ഒരു ലൈഫ് കാണും. അവർക്ക് ചില ലക്ഷ്യങ്ങളും കൃത്യമായ ബൗണ്ടറീസും കാണും. അവർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ 100% നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷേ അവരൊരിക്കലും നിങ്ങളുടെ പുറകെ ഇങ്ങനെ എപ്പോഴും ചുറ്റിക്കറങ്ങി നടക്കില്ല. അവർ 24 മണിക്കൂർ മെസ്സേജ് അയച്ച് പുറകെ കൂടില്ല. തങ്ങളുടെ ലോകം മറ്റേയാൾ മാത്രമാണെന്ന ചിന്ത അവർക്കുണ്ടായില്ല. കാരണം അവർക്ക് ജീവിക്കാൻ സ്വന്തമായിട്ട് ലോകമുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച ഒരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പുതിയ ഹോബി, അല്ലെങ്കിൽ ഒരു പുതിയ ഗോള്, അല്ലെങ്കിൽ ഒരു പാഷൻ. അവരില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എനർജി തരുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക. രണ്ടാമത്തെ കാര്യമാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. അവരൊരു മെസ്സേജ് അയക്കാൻ വൈകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളോട് ഒരല്പം തണുപ്പം മട്ടി പെരുമാറുമ്പോഴോ, അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴോ അപ്പോൾ തന്നെ ഓവർ റിയാക്ട് ചെയ്ത് സീനാക്കുന്നതിന് പകരം ഈ ക്വയറ്റ് കോൺഫിഡൻസ് ഉള്ള ആൾ എപ്പോഴും കാമായിരിക്കും.
റിലാക്സ്ഡ് ആയിരിക്കും. മറ്റൊരാളുടെ മൂഡ് അനുസരിച്ച് തങ്ങളുടെ ഉള്ളിലെ സമാധാനം കളയാൻ അവരൊട്ടും റെഡിയാകില്ല. ഇപ്പോൾ ഒരു റിപ്ലൈ ചെയ്യുന്നില്ലേ, അവർക്കത് ആലോചിച്ച് പ്രാന്തായില്ല. 50 വട്ടം ഫോൺ തുറന്ന് വാട്സപ്പ് വയ്ക്കുകയില്ല, ഇൻസ്റ്റഗ്രാം നോക്കില്ല, അടുത്ത മെസ്സേജ് അയക്കുകയില്ല. അവർ നേരെ പോയി അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കും. കാരണം ഉള്ളിൽ ആ പേടിയേക്കാളും അവർ വില കൊടുക്കുന്നത് തങ്ങളുടെ സ്വന്തം സമാധാനത്തിനാണ്. മൂന്നാമത്തെ കാര്യം, ദ പവർ ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ പവർ. എല്ലാ വഴക്കുകളിലും നിങ്ങൾ എന്നെ ജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ വില എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ കാര്യങ്ങൾ അനാവശ്യമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അവരോട് കെഞ്ചേണ്ട കാര്യമില്ല. ചില സമയങ്ങളിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ വെറുതെ മിണ്ടാതിരിക്കുന്നതായിരിക്കും 1000 വാക്കുകളേക്കാൾ കൂടുതൽ പവർ വരുന്നത്. ഒരു ബന്ധത്തിൽ നിന്ന് ആവശ്യമെങ്കിൽ ഇറങ്ങിപ്പോരാൻ അല്ലെങ്കിൽ വാക്കവേ ചെയ്യാൻ ധൈര്യമുള്ള ആളുണ്ടല്ലോ, അവർക്കാണ് സത്യത്തിൽ അവിടെ പവറുള്ളത്. കാരണം അവിടെ തന്നെ കടിച്ചു പോയി നിൽക്കാനുള്ള യാതൊരു ഡെസ്പറേഷനും അവരുടെ ഉള്ളിലില്ല. അപ്പോൾ ഈ ഒരു മാറ്റം നമ്മൾ എങ്ങനെയാണ് ലൈഫിൽ കൊണ്ടുവരേണ്ടത്? അത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ദ ആർട്ട് ഓഫ് ഡിറ്റാച്ച്മെൻ്റ് ആണ്. അതായത് മനസ്സ് കൊണ്ട് ഒരാളിൽ നിന്ന് പതിയെ അകലാൻ പഠിക്കുക. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അവരോട് ഒട്ടും സ്നേഹമില്ലെന്നോ അല്ലെങ്കിൽ കെയറിംഗ് ഇല്ലെന്നോ അല്ല. പകരം നമ്മളെ ഒട്ടും വില വെക്കാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം വില കളഞ്ഞ് കടിച്ചു തൂങ്ങി നിൽക്കാൻ ഇനി നമ്മളെ കിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നതാണ്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ആ മെയിൻ കാര്യം? അടുത്ത തവണ അവരുടെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ സ്റ്റാറ്റസ് വയ്ക്കാനോ നിങ്ങൾക്ക് വല്ലാത്തൊരു തോന്നലുണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഒരൊറ്റ ദിവസത്തേക്ക്, അതായത് ഒരു 24 മണിക്കൂർ നേരത്തേക്ക് അതിൽ നിന്ന് മാറി നിൽക്കുക. അവർക്ക് മെസ്സേജ് അയക്കുന്നതിന് പകരം നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ മെസ്സേജ് അയക്കുക. അവരുടെ മുന്നിൽ ചെന്ന് വില തെളിയിക്കാൻ നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കുക. ഒരു വർക്കൗട്ട് ചെയ്യുക, എന്തെങ്കിലും പുതുതായിട്ട് എഴുതുക, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യുക. സ്വന്തം ലൈഫ് ബിൽഡ് ചെയ്യുക. കാരണം നിങ്ങൾ അവരുടെ പുറകെ ഈ ഭ്രാന്തമായി ഓടുന്നത് എപ്പോഴാണോ നിർത്തുന്നത്, അപ്പോൾ മാത്രമാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത്. അവർക്കുള്ള മിസ് ചെയ്യുമ്പോൾ മാത്രമേ തങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത് എത്ര വലിയൊരു കാര്യത്തിലാണെന്ന് അവരുടെ തലച്ചോറിന് മനസ്സിലാവും. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇതിലൊരു അടിപൊളി സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ സ്വന്തം ലൈഫ് ബിൽഡ് ചെയ്യുന്ന തിരക്കിലേക്ക് മാറിക്കഴിയുമ്പോൾ ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കതൊരു പ്രശ്നമേ ആയിരിക്കില്ല. കാരണം അവരില്ലെങ്കിലും ഹാപ്പി ആയിരിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ആ മനോഹരമായ പൂന്തോട്ടമായി മാറിക്കഴിഞ്ഞു. തോട്ടങ്ങൾ ഒരിക്കലും പൂമ്പാറ്റകളുടെ പിറകെ ഓടാറില്ല. പൂമ്പാറ്റകൾ തനിയെ അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ് പതിവ്, അല്ലേ? നിങ്ങളുടെ ചിന്തകളെ മൊത്തം മാറ്റാൻ പോകുന്ന ഒരു സത്യം പറയട്ടെ. യഥാർത്ഥ സ്നേഹവും ബഹുമാനവും ഒരിക്കലും ഒരാളുടെ മുന്നിൽ കെഞ്ചി വാങ്ങി ഉണ്ടാക്കേണ്ടതല്ല. അതാദ്യം സ്വന്തമായിട്ട് ഒരു വില കൊടുക്കുന്നവർക്ക് മറ്റുള്ളവർ തനിയെ തരുന്ന ഒന്നാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ബോധ്യപ്പെടുത്താതെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ചില ആളുകളിലെ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യർ, യുവർ പീപ്പിൾ. അല്ലാത്തവരൊക്കെ വെറുതെ നിങ്ങൾ പുറകെ ഓടി സമയം കളയുന്ന വെറും പൂമ്പാറ്റകൾ മാത്രമാണ്. നിങ്ങളവരുടെ പുറകെ ഓടുന്ന നിർത്തി സ്വന്തം ലൈഫ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നുകിൽ അവർക്ക് ബോധം വരും, തങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത് ഇത്ര വലിയ കാര്യത്തിലാണെന്ന് അവർ തിരിച്ചറിയും. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. പകരം നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും കെഞ്ചേണ്ടി വരാത്ത തരത്തിൽ നിങ്ങളെ കട്ടയ്ക്ക് സ്നേഹിക്കുന്ന മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾ മറ്റൊരാൾക്ക് പുറകെ ഓടുന്ന നിർത്തി സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കാരണം നിങ്ങളുടെ ആ ഒരു കമൻറ്റ് വായിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾക്ക് അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുക. ക്വയറ്റ് കോൺഫിഡൻസിൻ്റെ ഈ പവർ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ മൊത്തം മാറ്റാൻ സഹായിക്കുന്ന ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.